റിലയൻസ് ഇൻഡസ്ട്രിയുടെ Q3 റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് അനാലിസിസ് ചെയ്യേണ്ട കാര്യമുണ്ട്. കാരണം നമ്മൾ ഓൾറെഡി റിലയൻസ് ഒക്കെ ഹോൾഡ് ചെയ്യുന്നവരാണെങ്കിൽ മുമ്പോട്ട് ഹോൾഡ് ചെയ്യണോ അതെയോ സെല്ല് ചെയ്യണോ പുതിയതായിട്ട് ഫ്രഷ് ബൈ എടുക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ വേണ്ടി കുറേയൊക്കെ ഈ ഒരു ഫൈനാൻഷ്യൽ റിസൾട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ഡേറ്റ കംപ്ലീറ്റ് ആയിട്ട് ഡിസംബർ 31, 2025 വന്ന Q3 റിസൾട്ടിൻ്റെ ഡേറ്റയാണ് വന്നിരിക്കുന്നത്. എല്ലാം കോടിയിലാണ് ഈ ഡേറ്റ സൂചിപ്പിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ ഇൻകം നോക്കുന്ന സമയത്ത് നമുക്ക് റവന്യൂ ഫ്രം ഓപ്പറേഷൻ കമ്പനിയുടെ കോർ ബിസിനസ്സിൽ നിന്ന് വന്ന റവന്യൂ എത്രയാണ്? ഈ ഒരു ക്വാർട്ടറിൽ 2,69,496 കോടി രൂപയാണ് ഈ ഒരു വർഷം അവരുടെ റവന്യൂ ആയിട്ട് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ക്വാർട്ടറിലോ സെപ്റ്റംബർ ക്വാർട്ടറിൽ 2,58,898. അപ്പോൾ നമുക്കിവിടെ ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു ഗ്രോത്ത് ഈ ഒരു റവന്യൂവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഇയർ ഓൺ ഇയർ ക്വാർട്ടർ നോക്കുവാണെങ്കിൽ 2,43,865 കോടി രൂപയായിരുന്നു കഴിഞ്ഞ ഇയറിൽ ഡിസംബർ ക്വാർട്ടറിലുള്ള ഇവരുടെ റവന്യൂ. അപ്പോൾ നമുക്ക് നല്ല രീതിയിലൊരു റവന്യൂ ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഇയർ ഓൺ ഇയർ ആണെങ്കിലും അതുപോലെ തന്നെ ചെറിയ രീതിയിൽ ക്വാർട്ടർ ടു ക്വാർട്ടർ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ചെറിയ രീതിയിൽ ഒരു റവന്യൂ ഗ്രോത്ത് ഉണ്ട്. ഇനി നമ്മൾ എക്സ്പെൻസിലേക്ക് വരുന്നു. റവന്യൂ വന്നു, റവന്യൂവിൻ്റെ അകത്ത് നിന്ന് എത്ര എക്സ്പെൻസ് പോയി എന്ന് നോക്കാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു 2,44,713 കോടി രൂപ നമുക്ക് കിട്ടിയ റവന്യൂവിൽ നിന്ന് പോയിട്ടുണ്ട് എക്സ്പെൻസ് ആയിട്ട്. കഴിഞ്ഞ ക്വാർട്ടറിലോ 2,34,256. കഴിഞ്ഞ ഇയർ ഓൺ ഇയർ നോക്കുകയാണെങ്കിൽ 2,19,436. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്താണ്? നമുക്ക് റവന്യൂ കൂടി ഒപ്പം തന്നെ നമ്മുടെ എക്സ്പെൻസും കൂടി പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അത് നമ്മുടെ പ്രോഫിറ്റിനെ ഇല്ലാതാക്കും. അത് നമുക്ക് താഴോട്ട് പോയി നോക്കാം. നമ്മൾ താഴോട്ട് പോകുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു 22,290 കോടി രൂപയാണ് ഈ ഒരു ക്വാർട്ടറിൽ റിലയൻസ് എന്ന് പറഞ്ഞ കമ്പനി പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാൻ സാധിച്ചത്. കഴിഞ്ഞ ക്വാർട്ടറിലോ 22,092 കോടി രൂപ. അപ്പോൾ നമുക്കിവിടെ ഒരു ചെറിയൊരു ഗ്രോത്താണ് നമുക്ക് പ്രോഫിറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചെറിയൊരു ഗ്രോത്ത്, വളരെ വലിയ ഗ്രോത്ത് ഒന്നുമില്ല, ചെറിയ രീതിയിലുള്ളൊരു ഗ്രോത്ത്. അത് കഴിഞ്ഞ ഇയർ ഓൺ ഇയർ ക്വാർട്ടറുമായിട്ട് നോക്കുന്ന സമയത്തും ചെറിയ രീതിയിലുള്ള ഒരു ഗ്രോത്തേ ഉള്ളൂ. കാരണം അവിടെ എത്രയാണ്? 21,930. നമുക്ക് റവന്യൂ കൂടിയിട്ടുണ്ട്, ഒപ്പം എക്സ്പെൻസും കൂടി. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റിൽ വലിയ ഗ്രോത്ത് ഒന്നുമില്ല, വളരെ ചെറിയ രീതിയിലൊരു പ്രോഫിറ്റിൽ ഗ്രോത്ത് കൂടിയിട്ടുണ്ടെന്നാണ് നമുക്ക് ഈ ഒരു റിസൾട്ട് നമ്മളെ സൂചിപ്പിക്കുന്നത്. നമുക്ക് ഏണിങ്സ് പെർ ഷെയറിലേക്ക് പോകുന്ന സമയത്ത് ഏണിങ്സ് പെർ ഷെയർ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു 13.78 ആയിരുന്നു ഈ ഒരു ക്വാർട്ടറിൽ. കഴിഞ്ഞ ക്വാർട്ടറിൽ എത്രയാണ്? 13.42. അതിന് മുമ്പ് ഇയർ ഓൺ ഇയർ നോക്കുകയാണെങ്കിൽ 13.70 നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രോഫിറ്റിനനുസരിച്ചാണ് ഏണിങ്സ് പെർ ഷെയർ വരുള്ളൂ. ഇവിടെ നമുക്ക് ഏണിങ്സ് പെർ ഷെയർ എന്താണ്? ക്വാർട്ടർ ടു ക്വാർട്ടർ ചെറിയ രീതിയിലൊരു ഗ്രോത്ത്, ഇയർ ഓൺ ഇയർ നോക്കുകയാണെങ്കിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയൊരു ഗ്രോത്ത്, ഇത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ടോട്ടലായിട്ട് നമ്മൾ ഈ റിസൾട്ടിനെ ഒന്ന് മനസ്സിലാക്കി എടുക്കുകയാണെങ്കിൽ റവന്യൂ കൂടിയിട്ടുണ്ട്, ക്വാർട്ടർ ടു ക്വാർട്ടറും ഇയർ ഓൺ ഇയറും റിലയൻസിൻ്റെ റവന്യൂ Q3 കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനൊപ്പം തന്നെ നമ്മുടെ റവന്യൂവിനെ പിടിച്ച് തിന്നുന്ന രീതിയിൽ തന്നെ എക്സ്പെൻസും കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ചെറിയ രീതിയിൽ കൂടിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് 1-2% ആ ഒരു റേഞ്ചിൽ അത്രമാത്രം കുറവ് മാത്രമാണ് നമ്മുടെ റവന്യൂ പ്രോഫിറ്റ് കൂടിയിട്ടുള്ളൂ കമ്പനിയുടെ. അതനുസരിച്ച് EPSും അതനുസരിച്ച് ആനുപാതമായിട്ട് ചെറിയ രീതിയിലാണ് നമ്മൾ കൂടിയിട്ടുള്ളൂ. അപ്പം സ്റ്റേബിളാണ് കമ്പനി, കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പ്രോഫിറ്റോ ഒത്തിരി കൂടുതൽ പ്രോഫിറ്റോ അല്ലെങ്കിൽ ഒത്തിരി കുറവ് പ്രോഫിറ്റോ ഒന്നുമല്ല, ലോസ് ഒന്നുമല്ല. ചെറിയ രീതി ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ചെറിയ രീതിയിൽ ഒരു സ്റ്റേബിൾ പ്രോഫിറ്റബിലിറ്റിയാണ് ഈ ഒരു കമ്പനിയിൽ ഇപ്പോഴും കാണിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരും കൂടി ഷെയർ ചെയ്യുക. കമ്പനിയുടെ റിസൾട്ടുകൾ, ക്വാർട്ടർലി റിസൾട്ടുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് ഫൈനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കുന്നതിന്. ഓക്കെ, താങ്ക് യു.